ഒരു ഗുരുവിൻ്റെ ആശ്രമത്തിൽ ഒരു ദീപം അണയാതെ കത്തിക്കൊണ്ടിരുന്നു. കാറ്റ് വന്നാലും ദീപം അണയുമായിരുന്നില്ല. ഇത് കണ്ട്, ഈ കാഴ്ച കണ്ട് ആളുകൾ അത്ഭുതപ്പെടുമായിരുന്നു. ഒരു ദിവസം ഒരു യുവാവ് ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കാറ്റ് വന്നിട്ടും ദീപം അണയാത്തത് എന്തുകൊണ്ടാണ്? ഗുരു പറഞ്ഞു, ദീപം കാറ്റിനോട് പോരാടുന്നില്ല. അത് വരുമ്പോൾ അതിനെ തടയുന്നുമില്ല. ദീപം പ്രകാശം നൽകുക മാത്രമാണ് ചെയ്യുന്നത്. യുവാവ് ചോദിച്ചു, ദീപം കത്തി പ്രകാശം നൽകുമ്പോൾ അതിന് വേദനയാവില്ലേ? ഗുരു പറഞ്ഞു, സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിന് വേദനയില്ല. അതുകൊണ്ടാണ് ദീപത്തിന് പ്രകാശം നൽകാൻ കഴിയുന്നത്. യുവാവ് മനസ്സിലാക്കി, സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് യഥാർത്ഥ സ്നേഹമെന്നത്. ആ സ്നേഹം കണക്കുകൾ ചോദിക്കില്ലേ, തെളിവുകൾ ആവശ്യപ്പെടില്ലേ. അത് ഒഴുകുക മാത്രമാണ് ചെയ്യുന്നത്. ആ ഒരു സ്നേഹത്തിൽ ഒരാളാകുമ്പോഴാണ് ഒഴിഞ്ഞ മനസ്സോടെ അയാൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഞാനും നീയുമുണ്ട്. ഞാനും നീയുമുണ്ടാകുമ്പോൾ ആ സ്നേഹത്തിന് വളരാൻ കഴിയില്ലേ. അത്രയും ആഴത്തിൽ അയാൾ അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത്രയും ആഴത്തിൽ അയാൾ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, ഈ സംശയമുണ്ടാകുമ്പോൾ ആ സ്നേഹത്തിന് വളരാൻ കഴിയില്ല. അയാൾ അവൾ അത്രയും ആഴത്തിൽ സ്നേഹിക്കുന്നില്ല എങ്കിലും അത്രയും ആഴത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നമ്മൾ ഉറക്കുമ്പോൾ അയാളുടെ ആ ഒരു സ്നേഹം നമുക്ക് ആഴത്തിൽ അനുഭവിക്കാൻ കഴിയും. സ്നേഹം നിറഞ്ഞിരിക്കുമ്പോൾ അവിടെ ഞാനും നീയുമില്ല. യഥാർത്ഥ സ്നേഹത്തിൽ ഞാനെന്ന ഭാവമില്ല. അവിടെ രണ്ടില്ല. അവിടെ സ്നേഹത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം മാത്രമാണ് ഉള്ളത്. സ്നേഹത്തിൻ്റെ നിറവിലായിരിക്കുമ്പോൾ അവിടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല. അവിടെ ആവശ്യങ്ങളില്ല, ആഗ്രഹങ്ങളില്ല, വേദനകളില്ല, ഒന്നും പരിഹരിക്കണമെന്നില്ല, ഒന്നും വേണമെന്നില്ല. ശരിക്ക് മൗനത്തിൽ ഒരാളോട് ചേർന്ന് ആഴത്തിൽ അനുഭവിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ആ യഥാർത്ഥ സ്നേഹത്തിൽ ആയിരിക്കുന്ന ഒരാളാണ് ശരിക്ക് ജീവിതത്തെ സ്നേഹിക്കുന്നത്. ജീവിതത്തിൻ്റെ ആ ഒരു സ്നേഹം അതിൻ്റെ ആഴത്തിൽ അനുഭവിക്കുന്നത്. കാരുണ്യത്തിൻ്റെ നിറവിൽ, ക്ഷമയുടെ നിറവിൽ ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ ഉള്ളിൽ നിന്ന് ഉണർന്ന ആ ഒരു സ്നേഹം സർവ്വ ജീവജാലങ്ങളിലേക്കും ഒഴുകും. അത് അയാൾക്കും അയാൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും വലിയൊരു ശക്തിയാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എല്ലാ മുറിവുകളെയും എല്ലാ വേദനകളെയും ഇല്ലാതാക്കുന്ന ഒന്നാണ്. സ്നേഹം ശ്രമത്തിലൂടെ നമുക്ക് നേടാൻ കഴിയില്ല. ശ്രമമില്ലാത്ത ഇടത്താണ് യഥാർത്ഥ സ്നേഹം സംഭവിക്കുന്നത്. നമ്മൾ നിറഞ്ഞ സ്നേഹത്തിലായിരിക്കുമ്പോൾ ഒരാളെ നമ്മൾ കൂടുതൽ ഉപദേശിക്കില്ലേ. ശരിക്കും അയാൾ പറയുന്നത് ഒഴിഞ്ഞ മനസ്സോടെ സ്നേഹത്തോടെ നമ്മൾ കേൾക്കുക മാത്രമാണ് ചെയ്യുക.
അതേപോലെ അയാളെ തിരുത്താതെ നമ്മൾ അയാളെ സ്വീകരിക്കുകയാണ് ചെയ്യുക. യാതൊന്നും പ്രതീക്ഷിക്കാതെ അയാളെ സഹായിക്കുകയാണ് ചെയ്യുക. ഇതാണ് യഥാർത്ഥ സ്നേഹം. ഞാനെന്ന ഭാവമുണ്ടാകുമ്പോൾ, അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഞാനെന്ന ഭാവം ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയുക. അതേപോലെ സ്നേഹമുള്ളപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സ്വന്തമാക്കാൻ നോക്കില്ല. സ്വന്തമാക്കാൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ ശരിക്കും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആരെയാണോ സ്വന്തമാക്കാൻ നോക്കുന്നത് അവരിലും ആ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സ്നേഹം ഒഴുകില്ല. അത് ശരിക്കും പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്, അഴുക്കാവും. ശരിക്ക് വെള്ളത്തെ ഒഴുകാൻ അനുവദിക്കണം. അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തെ നമുക്ക് ചുറ്റിലും നമ്മൾ ഒഴുകാൻ അനുവദിക്കണം. അത് അനുവദിക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. ആ ദിവ്യമായ സ്നേഹത്തിൽ അലിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ സർവ്വ ജീവജാലങ്ങളെയും ഒന്നായി കാണലാണ്. അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് രണ്ടല്ല, അതൊരു ശക്തിയാണ്. നമ്മുടെ നാട്ടിലെ തോടുകളെല്ലാം ചേരുന്നത് പോയിട്ട് പുഴ പോയി ചേരുന്നത് സമുദ്രത്തിൽ നിന്ന് ജലമായി, നീരാവിയായി, മഴയായിട്ട് വരികയാണ്. ആ വെള്ളത്തിൽ നിന്നാണ് വൈദ്യുതി, വെളിച്ചം, കാറ്റ് എല്ലാം ഒന്നിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതേപോലെ ആ സ്നേഹത്തിൻ്റെ ശക്തിയിലാണ് സർവ്വ ജീവജാലങ്ങളും ഇവിടെ ഉണ്ടായിട്ടുള്ളത്, നിലനിൽക്കുന്നത്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആ ഒരു ശക്തി, സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ ഉള്ളിലുള്ള കരുണ, സ്നേഹം, ദയ ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത്രയും ശക്തിയാണ് ഈ ഒരു സ്നേഹത്തിന്. ഒരാൾ ആ സ്നേഹം അനുഭവിക്കുമ്പോഴാണ് അയാൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ശരിക്ക് ഈ രീതിയിൽ നമ്മൾ സ്നേഹിക്കുന്നില്ല എങ്കിൽ, ഈ മനസ്സിലാക്കൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, സ്നേഹം ചില സമയത്ത് കോപമായിട്ട് വരും, വെറുപ്പായിട്ട് വരും, അസൂയായിട്ട് വരും, അഹങ്കാരമായിട്ട് നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ ഈ വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ, ആ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹത്തെ നമ്മൾ പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ശരിക്ക് നമ്മളെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ മറ്റൊരാളിൽ നിന്ന് സ്നേഹം നമ്മൾ ആവശ്യപ്പെടുമ്പോഴും അവിടെയും നമ്മൾ എന്താണ്, അയാളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങണം. ആ യഥാർത്ഥ സ്നേഹം നമ്മൾ അനുഭവിക്കണം. അതിൻ്റെ തണലിൽ നമ്മൾ വിശ്രമിക്കണം. ശരിക്ക് 6 മാസം പ്രായമുള്ള കുഞ്ഞ് അമ്മയോട് ഏത് ഭാഷയിലാണ് സംസാരിക്കണത്? വാക്കുകൾ ഉപയോഗിച്ചിട്ട്. ചിലപ്പോൾ അർത്ഥമറിയാത്ത വാക്ക് അമ്മ കുഞ്ഞിനോട് പറയും. കുഞ്ഞിനത് മനസ്സിലാവുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ അമ്മയും കുഞ്ഞും അവിടെ യഥാർത്ഥ സ്നേഹം അനുഭവിക്കുന്നുണ്ട്. അതേ സ്നേഹമായിരിക്കണം നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനോടും നമുക്ക് തോന്നേണ്ടത്, അനുഭവിക്കേണ്ടത്. ആ ഒരു സ്നേഹത്തിൻ്റെ നിറവിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് ശരിക്ക് നമ്മളെ സ്നേഹിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുക. നമ്മൾ നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് അറിയാൻ കഴിയുക. ജീവിതം നമ്മളെ സ്നേഹിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുത്ത് ആ ഒരു സ്നേഹം അനുഭവിക്കാനുള്ള ആ ഒരു ശക്തി നമുക്ക് ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആ ഒരു
സ്നേഹം അനുഭവിക്കാനായിട്ട് നമുക്ക് ആ അദൃശ്യമായ ഒരു ശക്തിയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ